الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في القرآن المجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സമുദായം ഏറെ പഴികേറ്റുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിന് പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന ചില സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പേരിൽ ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ മുൾമുനയിൽ നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ വളരെ ഗൗരവതരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തലാണ് ഇന്നത്തെ ഖുത്ബയുടെ ലക്ഷ്യം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സമൂഹത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. പിൽക്കാലത്ത് ഉമ്മത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്നും ഏതൊക്കെ പ്രയാസഘട്ടങ്ങളിലൂടെ ഉമ്മത്ത് കടന്നു പോകുമെന്നും ഏതൊക്കെ അനുഗ്രഹ മേഖലകളിലൂടെ ഈ ഉമ്മത്ത് കടന്നു പോകുമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നതിന് മുമ്പ് സമുദായത്തിന്റെ മുന്നിൽ കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു,
ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു വിഷയം നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഇന്നി സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ സയഖ്റുജു ഖൗമുൻ ഫീ ആഖിറിസ് സമാൻ അഹ്ദാസുൽ അസ്നാൻ സുഫഹാഉൽ അഹ്ലാം യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും يمرقون من الدين كما يمرق السهم من الرمية فأينما لقيتموهم فاقتلوهم فإن في قتلهم أجرا لمن قتلهم يوم القيامة. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം പുറപ്പെടും. ആ സമൂഹത്തിന്റെ പ്രത്യേകത അഹ്ദാസുൽ അസ്നാൻ, അവർ ചെറുപ്രായക്കാരായിരിക്കും. സുഫഹാഉൽ അഹ്ലാം, അവർ വിവേകബുദ്ധി കുറഞ്ഞ ആളുകളായിരിക്കും. യഖൂലൂന മിൻ ഖൗലി ഖൈരിൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ അവർ പറയും. ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും, അവരുടെ വിശ്വാസം തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ടിറങ്ങുകയില്ല. യംറുഖൂന മിനദ്ദീനി, അവർ മതത്തിൽ നിന്ന് പുറത്തു പോകും. കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ, ഒരു വേട്ടക്കാരൻ തന്റെ ഉരുവിലേക്ക് അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്പ് വേട്ടമൃഗത്തെ തളച്ച് പുറത്തു പോകുന്നത് പോലെ അവർ മതത്തിൽ പ്രവേശിച്ച് പുറത്തേക്ക് പോകും. ഫൈനമാ ലഖീതുഹും ഫഖ്തുലൂഹും, അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ നിങ്ങൾ കൊന്നേക്കുക. ഫഇന്ന ഫീ ഖത്ലിഹിം അജ്റൻ ലിമൻ ഖതലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരെ കൊന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ അസ്സുന്ന എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സമാനമായ ഹദീസിൽ കാണുന്നത് യഖ്റുജു ഫീ ആഖിറിസ് സമാനി ശബാബുൻ, അവസാന കാലഘട്ടത്തിൽ ചില യുവാക്കന്മാർ കടന്നു വരും എന്നാണ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ അവരുടെ പ്രത്യേകത രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ലൈസ ഖിറാഅതുകും ഇലാ ഖിറാഅതിഹിം ബിശൈ, അവരുടെ പാരായണം നിങ്ങളുടെ പാരായണത്തിലേക്ക് ചേർത്ത് വെച്ചാൽ, അവരുടെ ഖുർആൻ പാരായണം നിങ്ങളുടെ ഖുർആൻ പാരായണത്തിലേക്ക് ചേർത്ത് വെച്ചാൽ നിങ്ങളതൊന്നുമല്ല. വലാ സ്വലാത്തുകും ഇലാ സ്വലാതിഹിം ബിശൈ, അവരുടെ നിസ്കാരങ്ങൾ നിങ്ങളുടെ നിസ്കാരവുമായി ചേർക്കുമ്പോൾ ഒന്നുമല്ല നിങ്ങളുടേത്. വലാ സുയാമുകും ഇലാ സുയാമിഹിം ബിശൈ, അവരുടെ നോമ്പുകൾ നിങ്ങളെ നോമ്പിലേക്ക് ചേർത്ത് വെച്ചാൽ നിങ്ങളെ നോമ്പ് ഒന്നുമല്ല. യഖ്റഊനൽ ഖുർആൻ, അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. യഹ്സിബൂന അന്നഹു ലഹും വഹുവ അലൈഹിം, അവർ വിചാരിക്കുന്നു തങ്ങൾക്ക് അനുകൂലമാണ് ഈ ആയത്തുകളെന്ന്, പക്ഷേ അതവർക്ക് എതിരാകുന്നു. ലാ തുജാബിസു സലാത്തുഹും തറാഖിയഹും യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖു സഹ്മു മിനർ റമിയ, അവരുടെ നിസ്കാരങ്ങൾ തൊണ്ടക്കുടിയിൽ നിന്ന് താഴോട്ടിറങ്ങാത്തതാണ്, അവർ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിലും തന്റെ അസ്സുന്നയിലും രേഖപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നു, ഖൗമുൻ യഖ്റുജൂന മിൻ ഖിബലിൽ മശ്രിഖ്, അവസാന കാലഘട്ടത്തിൽ വരുന്ന ഈ വിഭാഗം മദീനയുടെ കിഴക്ക് പ്രദേശം പൗരസ്ത്യദേശത്ത് നിന്നായിരിക്കും അവർ വരിക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ 4 ഹദീസുകളിൽ ആ സമൂഹത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധനം ഉമ്മത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഇത് അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ഖവാരിജുകളെ കുറിച്ചുള്ള പ്രയോഗമാണ്. എന്നാൽ പ്രവാചകന്റെ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ കടന്നു വന്ന ഖവാരിജുകൾ മാത്രമായിരുന്നു അവർ അല്ല. ഹദീസുകളിൽ വീണ്ടും കാണാം, ഇമാം ഇബ്നു മാജയും ഇമാം അഹ്മദും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ ആ 2 ഹദീസുകളിൽ കാണുന്ന ഒരു പ്രയോഗം, കുല്ലമാ ഖറജ ഖർനുൻ ഖുതിഅ, ഓരോ കാലഘട്ടത്തിലും അവർ കടന്നു വരുമ്പോൾ അവർ മുറിക്കപ്പെടും. മറ്റൊരു ഹദീസിൽ കാണുന്നത്, കുല്ലമാ തലഅ മിൻഹും ഖർനുൻ ഖതഅഹു അല്ലാഹു അസ്സ വജല്ല, ഓരോ കാലഘട്ടത്തിലും ഈ സ്വഭാവത്തിന്റെ ആളുകൾ കടന്നു വരുമ്പോൾ അല്ലാഹു അവരെ മുറിച്ചെറിയുന്നതാണ്. ഫറദ്ദദ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 മറത്തൻ ഔ അക്സറ,
നബി തങ്ങൾ ഈ പ്രയോഗം 20 പ്രാവശ്യത്തിലധികം പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഈ വിഭാഗം കടന്നു വന്നുകൊണ്ടിരിക്കുമെന്നാണ്. ഈ ഹദീസുകളുടെ ഭൂമികയിൽ നിന്നുകൊണ്ടൊന്ന് പരിശോധിക്കണം. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ ഏറെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മുസ്ലിം സമുദായം മുഴുവനും മുൾമുനയിൽ നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദാഇഷ് എന്ന് വിളിക്കപ്പെടുന്ന IS എന്ന പേരിൽ അദ്ദൗലത്തുൽ ഇസ്ലാമിയ്യത്തുൻ ഫിൽ ഇറാഖ് വശാം എന്ന പേരിൽ രംഗത്ത് വന്ന IS എന്ന് ഇപ്പോൾ ചുരുക്കരൂപത്തിൽ അറിയപ്പെടുന്ന ദാഇഷ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വിഭാഗം അവരാരാണ്? എന്താണ് അവരുടെ ലക്ഷ്യം? എന്താണ് അവരുടെ ഉദ്ദേശ്യം? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവർ മുസ്ലിം സമുദായത്തെ കുറിച്ച് എന്ത് നിലപാടാണുള്ളത്? ഇത് പരിശോധിക്കൽ സത്യവിശ്വാസികൾ നമുക്ക് ബാധ്യതയാണ്. അതുപോലെയാണ് തൻസീമത്തുൽ അൽ-ഖാഇദ എന്ന് വിളിക്കപ്പെടുന്ന, അറബിയിൽ അൽ-ഖാഇദ എന്ന് വിളിക്കപ്പെടുന്ന ഈ സമൂഹം, ഈ രണ്ട് വിഭാഗവും ആരാണ്? എന്താണ് അവരുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം ഇസ്ലാമിന്റെ ഉന്നമനമാണോ? അവരുടെ ലക്ഷ്യം ഇസ്ലാമാണോ? അവരുടെ ലക്ഷ്യം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളുടെ സംസ്ഥാപനമാണോ? അവരുടെ ലക്ഷ്യം ഇസ്ലാമികമായ ഒരു ഗവൺമെന്റ് സ്ഥാപിക്കലാണോ? ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വിഷയം മുൻകഴിഞ്ഞു പോയ കാലഘട്ടത്തിലുണ്ടായി. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇവർ വന്നു. അതുപോലെ അമവി ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ ഇവരുണ്ടായിരുന്നു. അബ്ബാസി ഭരണകൂടത്തിൽ ഇവരുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിലും ഇത്തരം സ്വഭാവമുള്ള ആളുകൾ കാലഘട്ടങ്ങളിലൂടെ കടന്നു വരികയും ഓരോ കാലഘട്ടത്തിലും മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ചെറുത്തുനിൽപ്പ് സഹിക്കവയ്യാതെ തകർന്നടിയുകയും ചെയ്തു എന്നത് ഇന്നലെയുടെ ചരിത്രമാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ദാഇഷ് എന്ന് വിളിക്കപ്പെടുന്നത്, ഇന്നങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന പോലെ നിയമം. അവരാദ്യം പറഞ്ഞത് ദൗലത്തുൽ ഇസ്ലാമിയ്യത്തുൻ ഫിൽ ഇറാഖ് വശാം, ദാല് അലിഫ് ഷീൻ ഐൻ ഷീൻ, ദാഇഷ് എന്ന് പറയപ്പെടുന്ന ദാല് അലിഫ് ദൗലത്തുൽ ഇസ്ലാമിയ്യ ഫിൽ ഇറാഖ് വശാം ഐൻ ഷീൻ, അതിനെ ചുരുക്കപ്പെട്ട് ദാഇഷ് എന്ന് വിളിച്ചിരുന്ന ആളുകൾ. ഇന്നവരുടെ നിയമം ദാഇഷ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് 80 അടി കൊടുക്കണമെന്നാണ് ഇപ്പോൾ അവരുടെ കോടതി വിധിച്ചിട്ടുള്ളത്. പക്ഷെ മുസ്ലിം സമുദായം അവരുടെ ഈ ചീഞ്ഞാറിയ പേര് ഇപ്പോഴും വിളിക്കണം. ദാഇഷ് IS എന്ന് ചുരുക്കി പറയരുത് മുസ്ലിമീങ്ങൾ. IS എന്ന് പറഞ്ഞാൽ ദൗലത്തുൽ ഇസ്ലാമിയ്യ എന്നാണ്. അത് മുസ്ലിമീങ്ങൾ പറയരുത്. പറയേണ്ടത് ദാഇഷ് എന്ന് തന്നെയാണ്. 80 അടി അവർ വിധിക്കുന്ന, അവർ ഇഷ്ടപ്പെടാത്ത ഒരു നാമം ആദ്യം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താണ് ഇവരുടെ പ്രത്യേകത? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹും സിഗാറുസ്സിന്ന്, അവർ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കുമെന്നാണ്. യുവാക്കളാണ് അവരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും. അവരുടെ കൂട്ടത്തിൽ ചിന്താപരമായ ബൗദ്ധികമായ നേതൃത്വം കൊടുക്കാനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ അനുഭവ സമ്പത്തുള്ള പ്രായമുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല, കുറവായിരിക്കും. അവർ ഭൂരിപക്ഷവും യുവാക്കളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദഫാഉൽ അസ്നാൻ അഹ്ദാഫുൽ അസ്നാൻ, അവർ യുവാക്കളായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിപക്ഷം ആളുകളും ചേക്കേറുന്നു എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആളുകൾ മഹാഭൂരിപക്ഷം വരുന്ന യുവാക്കളാണ്. യുവാക്കളുടെ പ്രതിനിധിയായി കടന്നു വന്നിരിക്കുന്നതോ അബൂബക്കർ ബഗ്ദാദി എന്ന 971 ഇറാഖ് പ്രദേശത്ത് ജനിച്ച അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് അവരുടെ നേതാവ് എന്ന് പറയപ്പെടുന്നത്. ഒരു ഖുത്ബയിലെ സുപ്രധാനമായ സമയം കൊണ്ട് മൊത്തം ചരിത്രങ്ങൾ വിശദീകരിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചില സൂചനകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവരുടെ കൂടെ കൂടിയിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും യുവാക്കളാണ്. യുവാക്കളുടെ പ്രത്യേകത ഏതൊരു കാര്യത്തിനും ഇറക്കി ചാടി പുറപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറഞ്ഞ് സുഫഹാഉൽ അഹ്ലാം, സുഫഹാഉൽ അഹ്ലാം, വിവേക ബുദ്ധി കുറഞ്ഞ ആളുകളായിരിക്കും അവർ. ഏതൊരു കാഴ്ചപ്പാടിന്റെയും മുന്നിലേക്ക് എടുത്തു ചാടുന്ന ആളുകൾ യുവാക്കളായിരിക്കും. ആ യുവാക്കൾ അവർ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് പഠിക്കാൻ സാവകാശം കാണുന്ന ആളുകളല്ല. അവർ ഹിമാസിന്റെ ആളുകളാണ്. ഹിമാസ് എന്ന് പറഞ്ഞാൽ ആവേശത്തിന്റെ ആളുകളാണ്. ഇസ്തിഅജാൽ, ധൃതിയുടെ ആളുകളാണ്. ഏത് കാര്യത്തിന്റെയും പിന്നാലെ എടുത്തു ചാടുന്ന പ്രകൃതമാണ് യുവസമൂഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തേക്ക് ആകർഷിച്ച് കടന്നു വരുന്ന ഭൂരിപക്ഷം ആളുകളും ഈ ചിന്താപരമായി കുറഞ്ഞ, ബുദ്ധിപരമായി കുറഞ്ഞ, വിവേകപരമായി കുറഞ്ഞ ആളുകളായി
ആയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തവരുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ സ്വന്തമായി അഹങ്കാരികളായിരിക്കുമെന്ന്. അവർ അഹങ്കാരികളാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ച് ഞങ്ങൾ ഇങ്ങനെയാണെന്ന് കാണിക്കുന്ന അഹങ്കാരികളായിരിക്കും അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീകും ഖൗമൻ യഅബുദൂന വയദ്അബൂന ഹത്താ യുഅജബ ബിഹിമുൻ നാസ് വതുഅജിബുഹും നഫൂസുഹും യംറുഖൂന മിനദ്ദീനി മുറൂഖസ്സഹ്മി മിനർ റമിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ ആരാധനയുടെ കാര്യത്തിൽ നിത്യമായി നിലനിൽക്കുന്നവരായിരിക്കും. ജനങ്ങൾ അവരെ കണ്ട് ആശ്ചര്യമുണ്ടാകും, അവരെ കണ്ട് അത്ഭുതം തോന്നും. അവർ അവരുടെ നഫ്സിലും ആശ്ചര്യമുള്ളവരാണ്. അവരാകട്ടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തിടുന്ന പ്രകൃതമായിരിക്കും അവർ. ഇന്ന് വരെയുള്ള ദാഇശിന്റെ പ്രവർത്തനം നോക്കിയാൽ ചെയ്യുന്ന വൃത്തികേടുകൾ മുഴുവനും ഏറ്റവും നല്ല മീഡിയയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ചിത്രീകരിച്ച് സമൂഹത്തിന്റെ മുന്നിലേക്കിട്ട് അവർ തങ്ങളുടെ അഹങ്കാരത്തിന്റെയും തങ്ങളുടെ ഉജുബിന്റെയും ആ പ്രത്യേകമായ മേഖല തുറന്നു കാണിക്കുന്ന സ്വഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അതുകൂടി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിനെ തകർക്കുക എന്നതല്ലാതെ ഒരു ലക്ഷ്യവും അവർക്കില്ല. ചീഞ്ഞു നാറുന്ന തോന്നിവാസങ്ങൾ മുഴുവനും ചിത്രീകരിച്ച് സമൂഹത്തിന്റെ മുന്നിലിട്ട് ഞങ്ങൾ വലിയ ആളുകളാണെന്നും ഞങ്ങൾ എന്തിനും പോന്നവരാണ് എന്ന സ്വയം പൊക്കികളായി മാറുകയാണ് ആ ആളുകൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാണ് അവരുടെ മറ്റൊരു സ്വഭാവം. കിബറാണ് അവരെ നയിക്കുക. മറ്റൊരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ സൂചിപ്പിച്ചെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരാരെയും അംഗീകരിക്കില്ല. അവരൊരാളെയും അംഗീകരിക്കില്ല. ലോകത്ത് വന്ന മുസ്ലിം നേതാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ അവരംഗീകരിക്കുകയില്ല. അവരൊക്കെ പറയാറുള്ളത് ആ പണ്ഡിതന്മാർക്കൊന്നും വിവരമില്ല എന്നാണ്. നഊദു ബില്ലാഹ്. ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം ചേർത്ത് വായിക്ക്. ശ്രീലങ്കയിലേക്ക് കേരളത്തിൽ നിന്ന് ചേക്കേറി എന്ന് പറയുന്ന ചില ആളുകൾ, ആ ആളുകൾ അവർ സംസാരിച്ച സംസാരത്തിൽ നിന്ന് അവസാനത്തെ വാചകം കാണുന്നത് സൗദി അറേബ്യയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഷെയ്ഖ് ഉസൈമീനും ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കമുള്ള പണ്ഡിതന്മാരെ കുറിച്ച് അവർ പറഞ്ഞത് ഉലമാഉൽ ഹൈളി വൻ നിഫാസ്. അവർ സ്ത്രീ കർമ്മശാസ്ത്ര വിഷയങ്ങളെ മാത്രം അറിയുന്ന കുറെ പണ്ഡിതന്മാരാണ് അവർ. അവർക്ക് ഫിഖ്ഹുൽ വാഖിഅ അറിയില്ല. ഫിഖ്ഹുൽ വാഖിഅ എന്ന് പറഞ്ഞാൽ വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്താനുള്ള വിവരം അവർക്കില്ല എന്നാണ് ദാഇശിന്റെ നിലപാടെങ്കിൽ അതേ നിലപാടാണ് തീവ്ര സലഫിയത്ത് കൊണ്ടു നടക്കുന്ന ചില ആളുകൾക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെയൊന്നും കിബാറുൽ ഉലമമാരില്ലെന്നും കിബാറുൽ ഉലമമാരൊക്കെ പുറത്താണെന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിൽ നിന്ന് പുറത്തു ചാടി അവിടെ എത്തിയാൽ ആ പണ്ഡിതന്മാരും പണ്ഡിതന്മാരല്ല എന്നും, എന്നാൽ ദാഇശിനെ പോലെയുള്ള ആളുകളുടെ നേതൃത്വം കൊടുക്കുന്ന അവരെ കുറിച്ച് മാത്രമേ അങ്ങനെ പാണ്ഡിത്യമുണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന ധിക്കാരപരമായ സമീപനത്തിലേക്ക് ആ സമൂഹം മാറിപ്പോകും. ഇതവരുടെ സ്വഭാവമാണ്. കിബറും റിഫാറ്റുമാണ് ഇവരുടെ പ്രത്യേകതയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലഘട്ടത്തിലും സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർക്ക് ആ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഖുർആനും സുന്നത്തിനും അനുസരിച്ച് സ്വീകരിക്കണമെന്ന് പറയുന്നവരാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ വിശക്തമായി പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രഗത്ഭരായ ചില പണ്ഡിതന്മാർ പത്രസമ്മേളനം നടത്തിയത് നിർഭാഗ്യകരമായി പോയി, അനുചിതമായ നിലപാടായി പോയത്. അവർ പറഞ്ഞതോ ഒരു സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന പണ്ഡിത വേഷധാരികൾ സംസാരിച്ചതോ മുസ്ലിം സമുദായത്തിലെ പ്രഗത്ഭമായ ഒരു സംഘം മുജാഹിദ് പ്രസ്ഥാനത്തിനെ അതിനെതിരെയുള്ള പച്ചക്കള്ളം വിളിച്ചു പറയാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സംഘടനാപരമായ ഔന്നിത്യമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതല്ല കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഉള്ള ആഗ്രഹമാണോ നിങ്ങൾക്ക്? സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പത്രസമ്മേളനം വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം തങ്ങളുടെ നിലപാട് തിരുത്തണമെന്നാണ്. ഏത് നിലപാട്?
പൊതുസമൂഹത്തിന് ഖുർആനും സുന്നത്തും വേണ്ട വിധത്തിൽ അവർക്ക് ആവശ്യമുള്ള പോലെ വ്യാഖ്യാനിക്കാൻ അവസരം കൊടുത്തു എന്നാണ് പറയുന്നത്. പച്ചനുണയാണത്. കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് സ്വീകരിച്ചാചരിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് വ്യാഖ്യാനിക്കാനും സലഫുസ് സാലിഹീങ്ങളുടെ മാർഗം, മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കണമെന്ന് കേരളക്കരയിൽ ശക്തമായി പഠിപ്പിച്ചു കൊടുക്കുകയും അതോടൊപ്പം ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് പ്രവർത്തിച്ച പറഞ്ഞ വിഷയങ്ങളെ ഖുർആനും സുന്നത്തിനും എതിരാണെങ്കിൽ സ്വീകരിക്കരുത് എന്ന് തന്റെ ഇടത്തോടെ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരമൊരു പത്രസമ്മേളനം വേണ്ടായിരുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് വാക്കിനോട് അത് യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക മുഖപത്രമാണ് അൽമനാർ. അൽമനാറിന്റെ പുറം ചട്ടയുടെ മുകളിൽ ഒരു ചെറിയ ലിഖിതം കാണാം നിങ്ങൾക്ക്. ആ ലിഖിതം എന്താണെന്നറിയുമോ? ഈ പ്രസിദ്ധീകരണം പുറത്തിറക്കുന്നത് കേരള നടുവത്തുൽ മുജാഹിദീനാണ്. ആ പുറത്തിറക്കുന്നത് സലഫുസ് സാലിഹീങ്ങളുടെ സലഫി അഖീദയിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മുൻപ് പറഞ്ഞു വന്ന ആ മൻഹജ്, ആ പാതക്കനുസരിച്ചാണെന്ന് കൃത്യമായി മുഖപത്രത്തിന്റെ മുകളിൽ ലേഖനം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനെതിരെ പച്ചമണ വിളിച്ചു പറയുന്ന സ്വഭാവം അത് ശരിയല്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ. മുജാഹിദ് പ്രസ്ഥാനത്തെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇസ്ലാമിലെ എപ്പോഴും അവാന്തര വിഭാഗങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിലെ പണ്ഡിത നേതൃത്വത്തെ ശക്തമായി എതിർക്കുകയും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രവണത ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകളെ കുറിച്ച് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ ചില കുട്ടികൾക്കുണ്ടായ ആശയ വൈകല്യങ്ങൾ ശക്തമായി പഠിപ്പിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്ത് ഇല്ല സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിവിട്ട ആ ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പഠിച്ചോളണം. ഇന്ത്യ രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ മുന്നിലേക്ക് എഴുത്തിയാടിയിട്ട് ആ പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിച്ചു വീണ കേരളക്കരയിലെ ചില മുസ്ലിം കുട്ടികളുണ്ട്. ആ മുസ്ലിം കുട്ടികൾ മുജാഹിദ് പ്രവർത്തകരായിരുന്നില്ല എന്ന് സമസ്ത നേതൃത്വം അറിയേണ്ടതുണ്ട്. അതൊന്നും വിശദീകരിച്ച് ഈ സന്ദർഭത്തിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അറിയേണ്ടതുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ ദേശസ്നേഹം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടെത്തിച്ച പ്രവർത്തനമുണ്ടായത് അപ്പുറത്തുള്ള വിഭാഗത്തിലെ തരീഖത്ത് വാദത്തിൽപ്പെടപ്പെട്ട കുറെ ആളുകൾക്കായിരുന്നു എന്ന കാര്യം കൂടി കൂട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദാഇശ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വിഭാഗം ഖവാരിജുകളുടെ പുതിയ അവതാരമായ ഈ വിഭാഗത്തിന്റെ പ്രത്യേകത ഇവർ അംഗീകരിക്കാതെ പോകലാണ്. മറ്റൊന്നാണ്, അള്ളാഹുവിന്റെ ദീനിൽ വലിയ ഇബാദത്തിന്റെ ആളുകളാണെന്ന് ഇവർ ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരുടെ നിസ്കാരങ്ങൾ ലൈസ ഖറാഅതുകും ഇലാ ഖറാഅതിഹിം ബിശൈ വലാ സ്വലാത്തുകും ഇലാ സ്വലാത്തിഹിം ബിശൈ. അവരുടെ നിസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ ഖുർആൻ പാരായണമൊക്കെ വളരെ വലുതായി നിങ്ങൾക്ക് തോന്നാം. പലപ്പോഴും കുട്ടികൾ ആകർഷകരാകുന്ന ആ വിഷയത്തിലാണ്. അവരുടെ നിസ്കാരം നോക്ക്, അവരുടെ നോമ്പ് നോക്ക്, അവരുടെ ഖിറാഅത്ത് നോക്ക്, അവരുടെ ഇത് നോക്ക്. അതൊന്നും മക്കളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾക്ക് അവരെ കുറിച്ച് തോന്നുമ്പോൾ അവരുടെ നോമ്പും അവരുടെ ഖിറാഅത്തും അവരുടെ നിസ്കാരവും കയറുമ്പോൾ കാണുമ്പോൾ നമ്മുടേത് വളരെ ചെറുതാണോ, നമ്മുടെ വളരെ താന്നുപോയോ എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഈ വിഭാഗത്തെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി മാത്രമല്ല, അഞ്ചാമത്തേത്, അവരുടെ ഖുർആൻ ആയത്തുകളോടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങൾ പറയും, പക്ഷെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയില്ല. എന്താണ് അതിന്റെ അർത്ഥം? അതിനാ ഹദീസിൽ കാണുന്നത്, യത്ലൂന കിതാബല്ലാഹി റത്ബ ലാ യുജാവിസു ഹനാജിറഹും യഖറഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും. ഖുർആനോടും പക്ഷെ തൊണ്ടക്കുഴിയിൽ താഴോട്ട് ഇറങ്ങില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിച്ച് സമുദായത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ വിഭാഗം ചെയ്യുക. ഞാനൊരു ഉദാഹരണം പറയാം. പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് വെച്ച് അടിമകളാക്കി ചിത്രീകരിച്ച് അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് അത് ചിത്രീകരിച്ച് അടിമച്ചന്തയിൽ കച്ചവടം ചെയ്യുന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പുറത്തിറക്കുന്ന വീഡിയോയുടെ അവസാന ഭാഗം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോടെ മലീമസമാക്കുന്ന ഈ വിഭാഗത്തിന് ഇസ്ലാമുമായി എന്ത് ബന്ധമുണ്ടെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ പരിശോധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ എത്ര കൃത്യമാണ്. അവർ ഖുർആനോടും അവർ ഖുർആൻ തെളിവ് പറയും, പക്ഷെ അവർക്കെതിരായ തെളിവാണ് അവർ ഓതുക. അവർക്ക് അനുകൂലമല്ലത്. ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി ആയിരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ
അടിമകളും മുസ്ലിമീങ്ങളാണ്. അവരെ കൊണ്ടുവന്ന് നിരത്തി നിർത്തിയിട്ട് ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോയവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നിൽ ബോംബ് ഘടിപ്പിച്ചിട്ട് അവസാനം ദൂരെ മാറി നിന്ന് റിമോട്ട് കൺട്രോളിന്റെ സഹായത്തോടെ പൊട്ടിച്ച് ആ നൂറുകണക്കിന് മുസ്ലിമീങ്ങളെ ശരീരം ചിന്നിച്ചിതറുന്നത് കണ്ടിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോടിയിട്ട് തന്നെ അകമ്പടി പറയുന്ന ആളുകൾ, ആ ആളുകളുടെ ഉദ്ദേശം എന്താണെന്ന് നബി തങ്ങൾ പറഞ്ഞു. യഖ്റഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും, അവർ ഖുർആൻ ഓതും പക്ഷെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ടിറങ്ങുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല അവരുടെ പ്രത്യേകത മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെയും കാഫിറാക്കി ചിത്രീകരിക്കുകയും അവരുടെ രക്തം ചിന്തൽ അനുവദനീയമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അവർ മുസ്ലിമീങ്ങളെയാണ് കൊല്ലുന്നത്, അവർ ബിംബാരാധകരായ ആളുകളെ വിട്ടേക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ഞങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, ഇസ്ലാമിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഞങ്ങളാണ്, അത് സ്ഥാപിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് സിറിയയിലും ഇറാഖിലും അടക്കമുള്ള മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ കൊന്നൊടുക്കുന്ന സമീപനമാണ് അവർക്കുള്ളത്. എന്റെ ഒരു നിമിഷം പോലും ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന 50 ലക്ഷത്തിലധികം വരുന്ന ഫലസ്തീനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി പോകേണ്ടി വന്ന ഗതികേടുണ്ടാക്കിയ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായ ജൂതപ്പരിശകൾക്കെതിരെ ഒരിക്കൽ പോലും ഐഎസിന്റെ ഒരു ചെറിയ റൈഫിളെങ്കിലും തിരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എത്ര കൃത്യമാണ്. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അൽ ഔസാൻ. അവർ അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ അവർക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നവരെ കൊല്ലുന്നു. വയദഊന അഹ്ലൽ ഔസാൻ, അവർ നേരെ എതിരായ ആളുകളെ ഒന്നും ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മാത്രമല്ല അവരുടെ ഒരു പ്രയോഗം ഫഇന്നഹും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഫഇന്നഹും യസ്തഹില്ലൂന ദിമാ അഹ്ലിൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയുടെ രക്തം അവർ ചിന്തുകയാണ്. ലിഅ്തിഖാദിഹിം അന്നഹും മുർത്തദൂൻ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഇവരുടെ വിശ്വാസം. അക്സറ മിമ്മാ യസ്തഹില്ലൂന മിൻ ദിമാഇൽ കുഫാരിൽ ലദീന ലൈസു മുർത്തദീൻ, മുർത്തദെന്ന് പറയാൻ പറ്റാത്ത അഥവാ കാഫിറുകളായ ആളുകൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങൾക്കെതിരെയാണ്. നിങ്ങൾ നോക്കൂ, ദാഇശ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വിധ്വംസക പ്രസ്ഥാനമുണ്ടല്ലോ, ഈ ഭീകര പ്രസ്ഥാനമുണ്ടല്ലോ, അവർ പറയുന്നത് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചില്ലെങ്കിൽ അവർ കാഫിറുകളായി പോകും. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തും ഓരോതാറുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യംറുഖൂന മിനൽ ഇസ്ലാമി കമാ യംറുഖുസ് സഹമു മിനർ റമിയ്യ, ഒരു അമ്പെയ്യുന്ന ഒരു മനുഷ്യൻ തന്റെ ഉരുവിന്റെ ദേഹത്തേക്ക് അമ്പെയ്യുമ്പോൾ അയാളുടെ ശക്തി എത്രയാണോ, ആ എറിയുന്നതിന്റെ ശക്തി എത്രയാണോ അത്രയും ശക്തിയിൽ ഉരുവിന്റെ ദേഹം തകർത്ത് അമ്പ് പുറത്തു പോകുന്നത് പോലെ ഇവർ ഇസ്ലാമിലേക്ക് കടന്ന് നേരെ പുറത്തേക്ക് പോകുന്ന ആളുകളാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹും ശർറുൽ ഖൽഖി വൽ ഖലീഖ, ഹും ശർറുൽ ഖൽഖി വൽ ഖലീഖ, അവർ സ്വഭാവത്തിലും സൃഷ്ടിപ്പിലുമെല്ലാം ഏറ്റവും മോശമായ ആളുകളാണ്. പ്രവാചകൻ പറഞ്ഞു, തൂബാ ലിമൻ ഖതലഹും വഖതലൂഹു, അവർ കൊന്നുകളയുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് മംഗളം, അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾക്കും മംഗളം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ സമൂഹത്തിനെതിരെയാണ് പോരാട്ടം വേണ്ടത്. ദാഇശ് എന്ന് വിളിക്കപ്പെടുന്ന, അൽ ഖാഇദ എന്ന് വിളിക്കപ്പെടുന്ന ഈ തൻലീമുകൾക്കെതിരെയാണ് മുസ്ലിം സമുദായത്തിന്റെ പടയണി ഉണ്ടാവേണ്ടത്. മുസ്ലിം സമുദായം ഒന്നിച്ചെതിർക്കേണ്ടത് ഈ വിഭാഗത്തെയാണ്. ഈ വിഭാഗം മുസ്ലിം സമുദായത്തെ തകർക്കൽ മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിന് മനസ്സിലാവുകയാണ്. ഇനി അടുത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇവർ എവിടെ നിന്നാണ് വരിക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മശ്രിഖിൽ നിന്നാണ് ഇവർ വരുന്നത് എന്നാണ്. മദീനയുടെ കിഴക്ക് ഭാഗം ഏതാണ്? അൽ ഇറാഖ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളെയാണ് മദീനയുടെ കിഴക്ക് പ്രദേശമായി പറയപ്പെടുക. അവർ ഇറാഖിൽ നിന്നായിരിക്കും വരിക, അവർ ഇറാനിൽ നിന്നായിരിക്കും വരിക, അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരിക്കും വരിക. അങ്ങനെ മദീനയുടെ കിഴക്ക് പ്രദേശത്തു നിന്നാണ് ഈ സംഘം പുറപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അതിന്റെ സ്ഥലമടക്കം കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ദാഇശ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘം, അൽ ഖാഇദ എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘങ്ങൾ എവിടുന്നാണ് ഉണ്ടായത്? പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ.
2006 മുതൽ പരിശോധിച്ചാൽ, 2003 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ, ഈ സമൂഹത്തിന്റെ ഉത്ഭവം അഥവാ ഈ അദ്ദാഇശ് എന്ന് വിളിക്കപ്പെടുന്നവർ 2014 ഏപ്രിൽ രംഗത്ത് വരുന്നതിന് തൊട്ട് മുമ്പത്തെ സ്ഥിതിവിശേഷങ്ങൾ പരിശോധിച്ച് നമുക്കറിയാം. ഇറാഖിന്റെ പതനവും അതിനു മുമ്പേ തുടങ്ങിയിട്ടുള്ള അബു അംർ അൽ ബഗ്ദാദി എന്ന് വിളിക്കപ്പെടുന്ന വേറൊരു മനുഷ്യന്റെ തന്മയവും, ഇതെല്ലാം എല്ലാ അവാന്തര വിഭാഗങ്ങളുടെയും എല്ലാ മോശം സ്വഭാവത്തിന്റെ ഉടമകളുടെയും തുടക്കം ഈ പൗരസ്ത്യദേശത്ത് അഥവാ ഇറാഖ്, പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ, അല്ലയോ പാവപ്പെട്ട മുസ്ലിം സമുദായമേ, അത്തരം ആളുകളിലേക്ക് ചെന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിശൂന്യതയുള്ള യുവ സമൂഹമേ, അതിന് വിട്ട് കിടക്കുന്നത് ഇസ്ലാമിന്റെ സ്വഭാവമല്ല കേട്ടോ, ഇസ്ലാമിന്റെ പ്രവർത്തനമല്ലത്. ശക്തമായി ഈ വിഭാഗത്തെ അറിഞ്ഞുകൊണ്ട് വ്യക്തമായി നിലനിൽക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഒരു വാചകം കൂടി ഞാൻ കൂട്ടത്തിൽ ചേർക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആദ്യമായി കടന്നു വന്ന ഖവാരിജുകളായ ആളുകൾ അവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹുക്മ അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് അലിയും മുആവിയയും കാഫിറായിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആദ്യത്തെ വിഭാഗമായ ഖവാരിജുകൾ അവരുടെ ആ ആയത്തോടലിനെതിരെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനം എന്തറിയോ? കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹാ ബാതിലുൻ, കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹാ ബാതിലുൻ, നല്ല സത്യസന്ധമായ വചനം ബാത്തിലിനെ മിഥ്യക്ക് ഉദ്ദേശിക്കുന്നു എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കൂട്ടത്തിൽ ചേർത്ത് വായിക്കുന്ന ഒരു വാചകം കൂടി ഞാൻ പറയാം. കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും മാധ്യമങ്ങളടക്കം വേട്ടയാടുകയാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ഉന്നതമായ വാചകമേതാണ്? തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ എന്ന നല്ല വാചകം എടുത്തു ധരിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്. ഇക്കാലഘട്ടം അത്രയും തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും സംവാദങ്ങളിലുമെല്ലാം ശക്തമായ നിലപാടെടുത്ത മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെയും മുസ്ലിം സാധാരണക്കാർക്കെതിരെയുമുള്ള സമീപനമെടുക്കാൻ സ്വീകരിക്കുന്ന നല്ല വാക്ക് ഖവാരിജുകൾ ഉണ്ടാക്കിയ അതേ വർത്തമാനമാണ് ഇന്നത്തെ മീഡിയ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവതരമായി നമ്മൾ അറിയണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇത്തരം കുഴപ്പക്കാർക്കെതിരെ എന്ത് സമീപനം സ്വീകരിക്കണം മുസ്ലിം ഭരണകൂടങ്ങൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത വെക്കുന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം, വയസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള അവർക്കുള്ള പ്രതിഫലം, അയ്യുഖത്തലു, അവർ കൊന്നൊടുക്കപ്പെടലാണ്, ഔ യുസല്ലബു, അല്ലെങ്കിൽ അവർ ക്രൂശിക്കപ്പെടലാണ്, ഔ തുഖത്താ ഐദിയഹും വഅർജുലുഹും മിൻ ഖിലാഫ്, കൈകാലുകൾ ഭിന്നമായി ഛേദിക്കപ്പെടലാണ്, ഔ യുൻഫൗ ഫിൽ മിനൽ അർളി, അല്ലെങ്കിൽ നാടുകടത്തപ്പെടലാണ് ഇവർക്കുള്ള ശിക്ഷ. ദാലിക ലഹും ഖിസ്യുൻ ഫിദ് ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, അത് ദുനിയാവിൽ അവർക്ക് അപമാനവും പരലോകത്ത് വമ്പിച്ച ശിക്ഷ വേറെയുമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഗൗരവതരമായി നമ്മുടെ യുവാക്കളെ ബോധവൽക്കരിക്കണം. യുവാക്കളെ, അല്ലാഹുവിന്റെ പ്രവാചകനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളും താബിഈങ്ങളും നടന്നുപോയ സുന്ദരമായ ആദർശത്തിനെതിരായി ഒരു തൻലീമുകളിലും ഒരു സംഘങ്ങളിലും ഒരു സംഘടനകളിലും നിങ്ങൾ പെട്ടുപോകരുത്. കാരണം അത് നാശമാണ്, നാശമാണ്, നാശമാണ് എന്ന് വളരെ ഗൗരവതരമായി ഉണർത്തുകയാണ്. ഏറ്റവും വലിയ നാശം മതത്തിൽ അതിരുവിട്ട് കിടക്കലാണ്. അതാണ് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും വരുന്ന ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് നോക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്ത സുപ്രധാനമായ ഒരു വിഷയം. നബി തങ്ങൾ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ,
ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, മതത്തിൽ അതിരു കവിയുന്നതും സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലുവ ഫിദ്ദീൻ. തീർച്ചയായും നിങ്ങളെ മുൻഗാമികൾ നശിപ്പിക്കപ്പെട്ടത് മതത്തിലുള്ള അതിരു കവിയലായിരുന്നു. മതത്തിൽ അതിരു കവിഞ്ഞതാണ് മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ മതത്തിൽ അതിരു കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇസ്ലാം അത് മധ്യമ നിലപാടിന്റെ, കാരുണ്യത്തിന്റെ, കൃപയുടെ, സൗഹാർദ്ദത്തിന്റെ ഏറ്റവും സുന്ദരമായ മേഖലകൾ പഠിപ്പിച്ചു തരുന്ന മതമാണ്. അതേസമയത്ത് അതിരുവിട്ട് കിടക്കുന്ന ഉലുവ് എന്ന് പറയപ്പെടുന്നതോ അത് സ്വന്തം നഫ്സിനോടും സമൂഹത്തിനോടുമുള്ള അതിക്രമമാണ്, അക്രമമാണത്. മാത്രമല്ല, ഇത്തരം ആളുകൾ ഉലുവിലേക്ക് അഥവാ മതത്തിൽ അതിരു കവിയുന്ന ആളുകളെ പിന്നെ സമൂഹ മധ്യത്തിൽ കാണില്ല. അവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അവർ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കും. മതത്തിന്റെ സംഘങ്ങളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് അവർ ശ്രമിക്കുക. അവർ മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന പള്ളികളിൽ അവരുടെ പിന്നിൽ ജമാഅത്ത് നിർവഹിക്കുക എന്നത് അവർക്ക് വലിയ പ്രയാസമാണ്. അവർക്കെപ്പോഴും ഒറ്റക്ക് തങ്ങളുടെ സംഘമായി മാറി നിൽക്കാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് കേരളത്തിൽ ചില ആളുകൾ അത്തരം ചില അതിരുവിട്ട സമീപനങ്ങളിലൂടെ വന്ന് ഓരോ നാട്ടിലും സമൂഹത്തോടൊപ്പം ജീവിച്ചിരുന്നവരിൽ നിന്ന് മാറി അവരതാ ഒറ്റപ്പെട്ടൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ശ്രമിച്ചു. അവിടെയും നിലനിൽപ്പില്ല. കാലം ഉലുവ് നാശത്തിൻ്റെതാണല്ലോ. അവിടെയും നാശമായി. അവസാനം ഇപ്പോൾ വലിയ പ്രയാസത്തിലേക്ക് അന്നീ ആവേശത്തിലുണ്ടാക്കിയ പള്ളിയും മദ്രസയുമെല്ലാം അടഞ്ഞുകിടക്കുന്ന, വർഷങ്ങളായി യാതൊരുവിധ ആരാധനകളും നടത്തപ്പെടാതെ അടഞ്ഞുകിടക്കുന്ന ഗതികേടുണ്ടായത് ഇന്നമാ അഹ്ലക മൻ കാന മിൻ ഖബ്ലകും. നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം അൽ ഗുലുവ്വു ഫിദ്ദീൻ, മതത്തിൽ അതിരു കവിയലാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാഭൂരിപക്ഷം വരുന്ന യുവാക്കൾ, എന്റെ സഹോദരന്മാർ, നിങ്ങൾ പഠിക്കണം. അള്ളാഹുവിന്റെ ദീൻ നബിതങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ആ നബിതങ്ങളെക്കാൾ വലിയ ആളുകൾ പിൽക്കാലത്തുള്ളവർ ആകാശമിച്ചാൽ നടക്കില്ല. ചില ആളുകൾക്ക് ഇവിടൊന്നും പറ്റില്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ലത്രേ. അതുകൊണ്ടാണ് യമന്റെ കാട് കയറാൻ അവരെ പ്രേരിപ്പിച്ചത്. യമനിന്റെ കാട് കയറി അങ്ങേയറ്റം പ്രയാസകരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഇപ്പോഴും. എത്രയോ ആളുകൾ അവർ പോകുന്നത് ദീന് പഠിക്കാനാണത്രേ. ഇന്ത്യ രാജ്യത്ത് ദീനില്ല, മതം പഠിക്കാൻ ഇവിടെ സൗകര്യമില്ല, ഇവിടെ പണ്ഡിതന്മാരില്ല. അവിടെയാണുള്ളത് മുഖ്ബിൽ വാദിഇ എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഈ വൃത്തികേടുകൾക്ക് തുടക്കം കുറിച്ചതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്തരം ആളുകളുടെ പ്രയോജനങ്ങളിൽ, അത്തരം ആളുകളുടെ വർത്തമാനങ്ങളിൽ ആകൃഷ്ടരായി കേരളത്തിൽ ഇന്ന് വരെ ചില ആളുകൾ യമനിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചു. അവിടെ പഠിക്കാൻ പോവുകയാണത്രേ. അവരുടെ കുട്ടികളും ഭാര്യമാരും അടക്കം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവരുടെ പ്രവർത്തനം? അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മതത്തിൽ അതിരു കവിയുക എന്ന സ്വഭാവമാണ്, മതത്തിൽ അതിരു വിട്ടുകിടക്കുന്ന സ്വഭാവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞു, ഹലക്കൽ മുതനത്തിഊൻ, ഹലക്കൽ മുതനത്തിഊൻ, ഹലക്കൽ മുതനത്തിഊൻ. അതിരു വിട്ട് കടന്നവർ നശിച്ചു, അതിരു വിട്ട് കടന്നവർ നശിച്ചു, അതിരു വിട്ട് കടന്നവർ നശിച്ചു. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയണം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന മതം അത് കൃത്യമായി നമ്മുടെ കയ്യിലുണ്ട്. അതിൽ കൂട്ടരുത്, അതിൽ കൂട്ടാൻ ശ്രമിക്കരുത്. അതിൽ വിട്ട് കടയുന്ന സമീപനവും പാടില്ല. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയോട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു റസൂൽ ചോദിച്ചത്, ഉസ്മാൻ, എന്നിൽ നിനക്ക് യാതൊരു മാതൃകയുമില്ലേ എന്നാണ്. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഉസ്മാൻ ഇബ്നു മദ്ഊൻ തന്റെ ഭാര്യയെ ഒഴിവാക്കി രാത്രികാലങ്ങൾ മുഴുവനും ഉറങ്ങാതെ നിസ്കാരത്തിലേക്ക് കടന്നുപോയത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ പരാതി പ്രകാരം ഉസ്മാൻ ഇബ്നു മദ്ഊനോട് ചോദിക്കുന്നു, ഉസ്മാൻ, നിനക്ക് എന്നിൽ മാതൃകയൊന്നുമില്ലേ?
ഈ അതിരുവിട്ട സമീപനം നാശത്തിലേക്കാണ് കേട്ടോ എന്ന കൃത്യമായ പാഠം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, മതം അത് കൃപയുള്ള, കാരുണ്യമുള്ള, പരസ്പര സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സമുദായത്തിൽ കൂടി താമസിച്ച് അവരിൽ ഒരാളായി അവർക്ക് വേണ്ട നന്മകൾ കൊടുത്ത് അവരുമായി ഇടപഴകി അവരിൽ ഒരാളായി മതം മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത. അതിനപ്പുറത്തേക്ക് കാടുകയറുന്ന സ്വഭാവം മുസ്ലിം സമുദായത്തിന് പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ അവസാനമായി ഞാൻ പറയുന്നു, ഇത്തരം കക്ഷികളുമായി ഒരു ബന്ധവും പാടില്ല. അത്തരം കക്ഷികൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാൻ പാടില്ല. അത്തരം കക്ഷികൾക്ക് ഒരു നിലക്കുള്ള ഒരു സഹായവും നമ്മുടെ ഭാഗത്തുണ്ടാവരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, തിന്മയിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. പരിശുദ്ധ ഖുർആൻ പറയാൻ, വമിനന്നാസി മൻ യുഅ്ജിബുക, വമിനന്നാസി മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്ത് അവരുടെ വർത്തമാനങ്ങൾ നിന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവരുടെ ഹൃദയത്തിലുള്ള കാര്യശുദ്ധിക്ക് വേണ്ടി, ഹൃദയശുദ്ധിയുടെ കാര്യത്തിൽ അവർ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ അങ്ങനെയാണ് എന്ന് സത്യം ചെയ്ത് പറയും. പക്ഷേ അറിയണം, വഹുവ അലത്തുൽ ഖിസാം, വാസ്തവത്തിൽ അവർ സത്യത്തിനോട് കഠിന വൈരമുള്ളവരാണ് എന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സത്യം കേൾക്കുമ്പോഴേക്ക് കൊഞ്ഞണം കുത്തുന്ന സ്വഭാവമാണത്. നാട്ടുകാരെ മുഴുവനും ആക്ഷേപിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. ആളുകളുടെ മുന്നിൽ വിവരമുള്ള ആളുകളെ വിവരമില്ലാത്തവരായി ചിത്രീകരിക്കലാണ് അവരുടെ സ്വഭാവം. സത്യവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാക്കുക എന്ന സമീപനം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു കുഴപ്പത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ സുദീർഘമായ ഹദീസിൽ ഒരൊറ്റ വാചകം മാത്രം പറയട്ടെ, വലഅനല്ലാഹു മൻ ആവാ മുഹദിസ, വലഅനല്ലാഹു മൻ ആവാ മുഹദിസ, പുതിയ ആശയവും വെട്ടിപ്പെടുത്തി കടന്നു വരുന്നവനെ, ആ ആളുകൾക്ക് അഭയം കൊടുക്കുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വലഅനല്ലാഹു മൻ ആവാ മുഹദിസൻ, പുതിയ ആശയവുമായി കടന്നു വരുന്നവനെ, അവർക്ക് അഭയം നൽകുന്നവരെ, അവരെ സഹായിക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാഇസ് ആണെങ്കിലും അൽ ഖാഇദയാണെങ്കിലും പിന്നെ മത തീവ്രതയുള്ള മതത്തിൽ അതിർവിട്ട് കിടക്കുന്നവരാണെങ്കിലും എല്ലാവരും ഒരേ വിഭാഗത്തിന്റെ തൂവൽ, ഒരേ വിഭാഗത്തിലെ പരസ്പരം സദൃശ്യമുള്ള ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ തിരിച്ചറിയുകയും പഠിക്കുകയും സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഗൗരവതരമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി നിലനിൽക്കണമെങ്കിൽ ഖുർആനും സുന്നത്തും മുൻഗാമികൾ പഠിപ്പിച്ച രൂപത്തിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, കേരള മുജാഹിദീന്റെ ജില്ലാ റിലീഫ് ഫണ്ടാണ്, പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു സഹായ സ്വതക്കയാണത്. അതുകൊണ്ട് എല്ലാവരും അത്തരം സ്വതക്കയെ സഹായിക്കണം, അവർക്ക് എല്ലാവർക്കും സഹായം നൽകാൻ, അത്തരം ആളുകളെ സഹായിക്കാനുള്ള ബാധ്യതയാണ് എന്നതുകൊണ്ട് എല്ലാവരും സ്വതക്ക നൽകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ അതിന്റെ ശക്തമായ രൂപത്തിൽ ഉൾക്കൊള്ളാനും അതിന്റെ അതിൽ ബാത്തിൽ കടത്തി കൂട്ടുന്നവരെ നിഷ്കാസനം ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.